ഏതൊരു സയൻറ്റിസ്റ്റും അയാളുടെ ഫസ്റ്റ് കണ്ടുപിടുത്തം സക്സസ് ആവുന്നവരെ പ്രാന്തെന്ന് വിളികേട്ടവരായിരിക്കണം. അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പിന്നെ നമ്മളൊരു ആ സമയത്ത് ഇനീഷ്യൽ സമയത്ത് നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഷോ അല്ലെങ്കിൽ അപ്പോൾ ബ്രാൻഡിങ്ങിന് എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഷോ ബ്രാൻഡിങ് ഇവന്റിന്റെ ആരെങ്കിലും ഉണ്ടാവും, ഇവരാണ് ഇതിന്റെ ചെയ്യുന്നത്. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അല്ല കേട്ടോ, അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് ഇത് നമ്മൾ കുറച്ച് ഫുട്ടേജ്. ഞാൻ പറഞ്ഞു അല്ല, എനിക്കൊരാഗ്രഹമുണ്ട്, ഇത് എന്താ ഷോ എന്നുള്ളത് അവിടെ വരുന്നവർ കണ്ടാൽ മതി, പിന്നെ അങ്ങനെ മാർക്കറ്റ് ചെയ്യും. ഞാൻ പറ്റും. അത് ഇന്ന് ഇപ്പം നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ ഇതൊക്കെ ഈ ചരിത്രം എന്നോ അല്ലെങ്കിൽ റെവല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അന്ന് റീസെന്റ് വരെ എന്നെ ഒരാളും വിശ്വസിച്ചിട്ടില്ല. എൻ്റെ അടുത്തൊരു എറണാകുളത്ത് തന്നെ നമ്പർ 1 ഒരു ടീം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഇങ്ങനെ ചിരിക്കുന്നതും അങ്ങനെ നോക്കുന്നതും അങ്ങോട്ട് നടക്കുന്നതല്ലേ കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ ഓഡിയൻസിന്റെ റിയാക്ഷൻ അല്ലേ. ഇത് നിങ്ങളുടെ കുറെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് ഇത് ഓക്കെ ആയിരിക്കും, പുതിയ ആൾക്കാരിലേക്കൊന്നും ഒത്തില്ല, അവർ അപ്രീഷിയേറ്റ് ചെയ്യില്ല. എനിക്കിപ്പോ ഒന്ന് വിളിച്ച് ചോദിക്കണമെന്നുണ്ട് അല്ല, പക്ഷെ അത് സാരല്ല, അവരും തെറ്റല്ല. അപ്പം നമ്മൾ അതിന് ഡെയർ ചെയ്തു. ഇപ്പം അതിന് എൻ്റെ ഇങ്ങനത്തെ ക്രേസിനെസ്സിന് കൂട്ടു നിൽക്കുന്ന ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജിസ്സായാലും അവൻ എപ്പോഴും ട്രഡീഷണലായി അച്ചടക്കത്തിൽ ഭയങ്കര രസമായിട്ട് ചിന്തിക്കുന്ന ആളാണ് അവൻ. പക്ഷെ എൻ്റെ പ്രാന്തിന് അവൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അല്ല, അതാണല്ലോ ഈ കോംപ്ലിമെന്റ്. അത് ഇല്ലെങ്കിൽ ഇപ്പൊ കാണുന്നതൊന്നുമില്ല. ഓക്കെ, അത് ഞാൻ ഒരു 2-3 വർഷം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു, തോട്ട് പ്രോസസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്ന ചില ഏരിയകൾ. അവൻ വന്നിട്ടാകുമ്പോൾ ഒരു 10x ഫാസ്റ്റായി. ഈ ആശയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതാ, പക്ഷെ അതിന് ഡൗട്ടോടെ അല്ലാതെ നോക്കുന്ന ഒരു പാർട്ട്ണർ, ഒരു എൻ്റെ അടുത്ത് ഉണ്ടായില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയില്ല ആൾക്കാരാണ്. ഇപ്പം നമ്മൾ കണ്ണൂർ പോയിട്ട് കേരളത്തിൽ ഒരു ഷോയും ഹൗസ്ഫുൾ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പേ കണ്ണൂരിനെ കുറ്റം പറയാനല്ല, ആ നാട്ടിൻ്റെ ഒരു ഇത് വെച്ചിട്ട്, പ്രത്യേകിച്ച് ടിക്കറ്റഡ് ഇവന്റ്സ്, അവിടെ ഇങ്ങനത്തെ ഒരു പ്രീമിയം ഇവന്റ് ഒരു 900 സംതിങ് ആൾക്കാരുടെ കപ്പാസിറ്റി, 950 പേരുള്ള ഒരു തിയേറ്ററിൽ നമ്മൾ വെച്ചിട്ട് ഷോ ഹൗസ്ഫുൾ ആയി. സോ വി ഹാവ് മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ അന്ന് അത് വിചാരിച്ചു, ഓക്കെ അന്ന് 2 ഷോ എന്നുള്ള രീതി. ഇപ്പം നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ഒരു ദിവസം 2 ഷോ. പക്ഷെ കണ്ണൂർ ഫ്രൈഡേ ആയി, സൺഡേ ആണ് ഷോ, നടുവിലൊരു സാറ്റർഡേ ഉള്ളൂ. രാവിലെ ഒരു തോട്ട്, അളിയാ നമുക്കൊരു ഷോ കൂടി നോക്കിയാലോ. 3 ഷോ അല്ല, ഒന്നേ അനൗൺസ് ചെയ്തു. കണ്ണൂർ ഹൗസ്ഫുൾ ആവുന്നതേ അത്ഭുതമാണ്, അതായി എന്നുള്ളതാണ് നമ്മുടെ. അപ്പൊ തലേന്നാള് രാത്രി 11 സംതിങ് ആവുമ്പത്തേക്ക് ഹൗസ്ഫുൾ ആയി. ഇത് വ്യാഴാഴ്ച രാത്രി. അപ്പൊ വെള്ളിയാഴ്ച മോർണിംഗ് ആണ് നമ്മളിങ്ങനെ ഒരെണ്ണം കൂടെ അനൗൺസ് ചെയ്താലോ. ലോകത്തിൽ ആര് സമ്മതിക്കും? ഇന്നൊരു 950 പേര് ആ തിയേറ്ററിലേക്ക് കൊണ്ടുവരണം.